ഗൈസ് ഗുഡ് മോർണിംഗ്. ഞാനിന്ന് അഞ്ചുതെങ്ങ് റൂട്ടാണ്, അഞ്ചുതെങ്ങ് ഇവിടെ വർക്കല റൂട്ടാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ വർക്കല പോകുന്നതായിരുന്നു എൻ്റെ ഫസ്റ്റ് വ്ളോഗ്. ആ വ്ളോഗിൻ്റെ ഒരു കയറ്റം ചവിട്ടി കയറ്റുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം കയറ്റം രണ്ടാമത് ചവിട്ടി കയറ്റുവാണെന്നുണ്ട്. ഞാൻ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന ദിവസം സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ ചവിട്ടി കയറ്റി. ഇന്ന് പക്ഷേ എനിക്ക് സുഖമായിട്ട് ചവിട്ടി കയറ്റാൻ പറ്റും. ബിക്കോസ് അതേപോലെ അങ്ങായി, മനസ്സിലായില്ലേ? ഞാൻ അഞ്ചുതെങ്ങ് വന്നിട്ട് അവിടെ ഒരു ഫോർട്ട് ഉണ്ട്. അപ്പോൾ ഫോർട്ടാണ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാഴ്ചകൾ കാണാം. അപ്പോൾ ഗൈസ് അഞ്ചുതെങ്ങ് ഫോർട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ ഫോർട്ട് ഇതുണ്ട ഫോർട്ട്, അതാണ് ഫോർട്ട്. അപ്പം ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, കാണുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ട്രിവാൻഡ്രം കാണാമെന്നാണ് അവിടെ ചേട്ടൻ പറഞ്ഞത്. സോ ഞാനത് കാണാൻ വേണ്ടി വന്നാൽ. അപ്പോൾ ഇത് 12 മണി വരെ ഉള്ളൂ. 12 മണിയാകുമ്പം ഇത് ക്ലോസ് ആവും. അത് 5 മണി വരെ ഉണ്ട്, ഫോർട്ട് 5 മണി വരെ ഉണ്ട്. അപ്പോൾ സോ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നോക്കാം. അപ്പോൾ തന്നെ ലൈറ്റ് ഹൗസിലോട്ട് കയറാൻ പോവാണ്. 10 രൂപ അഡൽറ്റും 25 രൂപ ക്യാമറ, വീഡിയോ ക്യാമറയ്ക്ക് വേണം അവർ മേടിക്കുന്നത് കേട്ടോ. എൻ്റെ പൈസ ഇല്ലായിരുന്നു. അപ്പം ഇവിടെ വന്നൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ്, ഗൂഗിൾ പേ ചെയ്തെടുത്ത് പൈസ മേടിച്ചാണ് ഞാൻ കയറുന്നത്. ഞാൻ എൻട്രി. അപ്പം വീട്ടിലോട്ട് ഒത്തിരി പേര് കയറിപ്പോയിട്ടുണ്ട്. നല്ല ഹൈറ്റുണ്ട്. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മൊത്തം കാണാമെന്നാണ് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. സോ മേലോട്ട് കയറി നോക്കാം. എടി ഇങ്ങനെയുള്ള സ്റ്റെപ്പിൽ കയറുമ്പോൾ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറയാം, നമുക്ക് ചിലപ്പോൾ തല ഇറങ്ങും. ബിക്കോസ് ഒറ്റ റൗണ്ടല്ല, ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ തല ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറുമ്പോൾ സൂക്ഷിച്ച് കയറുക കേട്ടോ. മേലിട്ട് ചിലപ്പോൾ അടിപൊളി വ്യൂ ആണെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് കയറിയിട്ടുണ്ട്. അപ്പം ക്യൂ ആയിരിക്കും മിക്കവാറും മേളിൽ. ഗൈസ്, അപ്പോൾ അതുകൊണ്ട് അങ്ങ് കാണുന്നതാണ് അഞ്ചുതെങ്ങ് ഫോർട്ട്. കണ്ടാ നമുക്ക് എന്ത് രസം ഇവിടുന്ന് കാണാൻ, അടിപൊളിയുടെ. ഇതാണ് ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ അകത്ത് കണ്ടത്. ഈ വ്യൂ ആ ഗൂഗിൾ മാപ്പിൽ കണ്ട. ഞാൻ വിചാരിച്ച് സത്യം പറഞ്ഞാൽ ഹെലിക്യാമ് വെച്ച് എടുക്കുന്നതായിരിക്കും. എന്നിട്ട് പരുന്ത് പറക്കുന്നുണ്ട്, കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഞാനിനി അങ്ങോട്ടാണ് പോകുന്നത്. അത് 5 മണി വരെ ഉണ്ട്. അഞ്ചുതെങ്ങ് ഫോർട്ട് 5 മണി വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ അങ്ങോട്ട് പോകണം. ഞാനിവിടെ എന്താ പറയുക, ഫോറിനേഴ്സിനെ കണ്ടതാണ്. പക്ഷേ അവർ പോയത്, അവരങ്ങോട്ട് സൈക്കിൾ ചാട്ടി പോയി. ഞാൻ വിചാരിച്ചു അവിടെ കയറുക, എന്നാൽ താഴ്ചയിലൊന്നും സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ നടന്നില്ല. ശ്രീഹരി മോനെ, ഫോറിനേഴ്സ് അണ്ണം ചെല്ലുന്നിടത്ത് ഫോറിനേഴ്സ്, മനസ്സിലായില്ലേ? സോ അവനെ ഞാൻ രാവിലെ, ശ്രീഹരി നമ്മുടെ ഇവിടുന്ന് 2 കിലോമീറ്ററുള്ള അവൻ്റെ വീട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വർക്കല വന്നപ്പോഴും അവൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പം അവൻ രാവിലെ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ്, അളിയാ നീ പോകുന്നിടത്ത് ഫോറിനേഴ്സ് കാണത്തിന് മറ്റേ വർഷം പറഞ്ഞു. പക്ഷേ ഫോറിനേഴ്സിനെ കണ്ടു, സംസാരിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. എടാ ഇത് നിനക്കുള്ളതാ. ഓക്കെ, അപ്പം ബാക്കി ഇനി താഴെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഇനി ഇറങ്ങുന്നത് നോക്കട്ടെ. എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കും. കയറി വരുന്നത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇറങ്ങുന്നതും കൂടെ എടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കിയുള്ള യൂസിങ് കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്ത് രസമാണ്. കടലിങ്ങനെ കിടക്കുവാണ്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ആസ്വദിക്കട്ടെ ഇത് കേട്ടോ. കാഴ്ച ആസ്വദിച്ചിട്ട് ഞാൻ ബാക്കി നമുക്ക് താഴെ ചെന്നിട്ട് റെഡിയാക്കാം. എല്ലാ ദിവസവും കയറുമ്പോൾ ദൈവത്തിന് പ്രാർത്ഥിച്ചു. പള്ളിയുള്ള ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു.
താഴെ ഇറങ്ങി ഇപ്പം ഇത് ജസ്റ്റ് ഒരു ചെറിയ പാർക്ക് പോലെ സെറ്റപ്പ്. നമുക്ക് നല്ല രസമുണ്ട് ഇത്. അവിടെ പിള്ളേർക്ക് കളിക്കാൻ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പിള്ളേരിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചെറിയ ഇവിടെ ഒരു ചെന്നേരം ഇരിക്കാനും അതിനൊക്കെ സമയമുണ്ട്. പിന്നെ ഫോർട്ടിൻ്റെ അകത്തും ഇരിക്കാൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ നോക്കട്ടെ. കൊള്ളാം, സംഭവം അടിപൊളിയാണ്. നല്ല വൃത്തിക്കൊക്കെ സൂക്ഷിക്കുന്ന എല്ലായിടത്തും വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ രസമുണ്ട്. നമുക്ക് എന്താ പുള്ളി ഒരു നല്ല വൈബാണ്. വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. കാറ്റൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ നല്ല രസമായിരിക്കും ഇവിടെ വന്നിരിക്കാനൊക്കെ. ബാക്കി നീ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ച. ഞാൻ അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. സോ ഞാൻ അതിൻ്റെ അകത്ത് ഇനിയും കുറച്ച് കാഴ്ചകൾ എനിക്കൊന്നും വലുതായിട്ടൊന്നും ഇല്ല കാണാൻ. ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചേക്കാണ്. സോ അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോർഡ്സിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ വോയിസ് ഓവറായിട്ട് തരാം, അതായിരിക്കും ബെറ്റർ ഇച്ചിരി. സോ ബാക്കിയുള്ള അതിൻ്റെ അകത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമാണ് അഞ്ചുതെങ്ങ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 കെട്ടിയ കോട്ടയാണിതെന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വ്യാപാര ആവശ്യങ്ങൾക്ക് വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണ് അഞ്ചുതെങ്ങ്. 1684 ഇവിടെ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ അനുവാദം നൽകിയിരുന്നു. പിന്നീട് 1690 ഇവിടെ ഒരു കോളനി പണിയാനും അനുവാദം നൽകി. തുടർന്ന് 1695 അഞ്ചുതെങ്ങ് കോട്ട നിർമ്മിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി കേരളവുമായി നടത്തിയ ആദ്യ വ്യാപാര ഉടമ്പടിയുടെ പ്രതീകമായാണ് അഞ്ചുതെങ്ങ് കോട്ട തലയുയർത്തി നിൽക്കുന്നത്. 5 തെങ്ങ് നിന്നിരുന്ന സ്ഥലമായതിനാലാണ് പ്രദേശത്തിന് അഞ്ചുതെങ്ങ് എന്ന പേര് വന്നതെന്ന് കരുതുന്നു. ഇവിടെ സ്ഥാപിച്ച കോട്ടയ്ക്കും സമാനമായ പേര് നൽകി. പിന്നീട് ഈ കോട്ട നിരവധി തവണ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട്. ഇംഗ്ലീഷുകാരുടെ വാണിജ്യ തന്ത്രങ്ങൾക്കെതിരെ നാട്ടുകാർക്കിടയിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. ഇത് മറ്റേ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മറ്റേ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ അത് കണ്ടിട്ടില്ലേ, ഇതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും വെച്ച മറ്റേ ഇത് എന്താ നമ്മുടെ ക്യാനൺ വെച്ചിട്ട് ഇവിടെ നിന്നായിരിക്കാം വെടിവെക്കുന്നത്. ലൈക്ക് മനസ്സിലായില്ലേ? അപ്പുറത്തെ സൈഡിൽ സെയിം സാധനം തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കാം ഇതിങ്ങനെ വെച്ചേക്കുന്നത്, അതുകൊണ്ടായിരിക്കാം ഇത്രയും കട്ടിക്ക് തന്നെ ഇത് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്യാനൺ വെച്ചിട്ട് വെടിവെക്കുന്നത് ആ ഒരു ടൈപ്പ് ആയിരിക്കാം. മറ്റേ ഞാൻ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ സിനിമയ്ക്കകത്ത് അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത്രയും പഴയ കാലങ്ങൾ കാണിക്കുമ്പോൾ പിന്നെ പഴയ സിനിമാസിലൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു കണ്ട് കാണുമെന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും വെക്കുന്നത്, എനിക്ക് അറിയത്തില്ല, ഞാനൊരു ഊഹം പറഞ്ഞാൽ. പിന്നെ ഫ്ലാഗ് ബുക്കും കാണുന്നുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ മറന്നു. ഈ സാധനം ഹോസ്റ്റലല്ലോ എന്തോ അതിന് പറയാൻ ലൈക്ക് മറന്നുപോയി. സോ ഇതാണ് സംഭവം. ടോട്ടലി നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ബെറ്റർ ഇതാണ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാൻ ഏറ്റവും ബെറ്റർ സ്ഥലമാണ്. മനസ്സിലായി? ഇവിടെ അടുത്തുള്ള എല്ലാവരും മിക്കപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇത് കണ്ട കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരായ സംഘടിത പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രദേശവും അഞ്ചുതെങ്ങാണ്. പിൽക്കാലത്ത് അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാരുടെ സൈനിക താവളമായും ഭരണകേന്ദ്രവുമായി മാറി. 1721 ആറ്റിങ്ങൽ കലാപത്തിനും കോട്ട സാക്ഷ്യം വഹിച്ചു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിച്ച കോട്ട പൂർണ്ണമായും വെട്ടുകല്ലിലായിരുന്നു പണി കഴിപ്പിച്ചിരുന്നത്. 20 വർഷം മുമ്പ് കോട്ട പൂർണ്ണമായും സിമൻ്റ് ഉപയോഗിച്ച് പ്ലാസ്റ്റർ ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന കപ്പലുകൾ സിഗ്നൽ നൽകാൻ അഞ്ചുതെങ്ങ് കോട്ട ഉപയോഗിച്ചിരുന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലും ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചു. കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പോകാനും കപ്പലിൽ നിന്ന് സാധനങ്ങൾ തിരികെ കോട്ടയിലേക്ക് എത്തിക്കാനുമായി ഒരു തുരങ്കം നിർമ്മിച്ചിരുന്നു. കന്നുകാലികൾ ഇതുവഴി ഇറങ്ങി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് തുരങ്കം പിന്നീട് അടച്ചുപൂട്ടി.